നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന രാഹുൽ മാങ്കുട്ടത്തിൽ 15ാം ദിവസം വോട്ട് ചെയ്യുവാനായി രംഗത്തേക്ക് വന്നു. പാലക്കാട് കുന്നത്തൂർ മേട്ടിലാണ് രാഹുലിന് വോട്ട്. രാഹുലിനെതിരായ 2 കേസിലും അറസ്റ്റ് തടഞ്ഞതോടെ ഒളിവിലായിരുന്ന രാഹുൽ പുറത്തേക്ക് വരുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. ഇതിനിടയിലാണ് 15ാം ദിവസം രാഹുൽ ഒളിവിൽ നിന്ന് പുറത്തേക്ക് വന്നത്. തിരക്കില്ലാത്ത സമയത്താണ് രാഹുൽ വോട്ട് ചെയ്യുവാനെത്തിയത്. എല്ലാം കോടതിക്ക് മുന്നിലുണ്ട്, കോടതി തീരുമാനിക്കും എന്നാണ് രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2ാം ബലാത്സംഗ കേസിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെന്നാണ് കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. പരാതിക്ക് പിന്നിൽ സമ്മർദ്ദമുണ്ടെന്ന വാദം തള്ളിക്കളയാനാകില്ലെന്നും രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കുകയായിരുന്നു. രാഹുൽ ബലാത്സംഗം ചെയ്തെന്ന കേസിനെയും പരാതിയെയും സംശയിച്ചാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നത്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം പരാതിക്കാരുടെ മൊഴിയെടുത്തതിൽ അസ്വാഭാവികതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ പരാതിക്ക് പിന്നിൽ സമ്മർദ്ദമുണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ലെന്നുമാണ് കോടതി വ്യക്തമാക്കിയിരുന്നത്. യുവതിക്ക് പരാതിയുമായി മുന്നോട്ട് പോകുവാൻ താല്പര്യമില്ലായിരുന്നു എന്നാണ് മൊഴികളിൽ നിന്ന് വ്യക്തമായത്. കേസിനാസ്പദമായ സംഭവം നടന്ന ശേഷവും യുവതിയും രാഹുലും തമ്മിലുള്ള ഇൻസ്റ്റാ ചാറ്റുകളുണ്ട്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ചില ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പരിശോധിക്കുമ്പോൾ ഉഭയകക്ഷി ബന്ധമാണ് ഉണ്ടായിരുന്നതെന്ന സംശയമാണ് ഉയർന്നത്. ചില സ്ക്രീൻഷോട്ടുകൾ മായ്ച്ചു കളഞ്ഞുവെന്നും സംശയത്തിനിടയാക്കി. അതിനാൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ ബലാത്സംഗം നടന്നുവെന്ന് തെളിയിക്കാനാകില്ലെന്ന് കാണിച്ചാണ് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം കിട്ടിയത്. ബലാത്സംഗ കേസിൽ 15 ദിവസമായി ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ് പാലക്കാട് എത്തി വോട്ട് ചെയ്തത്. വൈകിട്ട് 4:50 തിരക്കൊഴിഞ്ഞ ശേഷമായിരുന്നു രാഹുൽ വോട്ട് ചെയ്യുവാനെത്തിയത്. MLAയുടെ ഔദ്യോഗിക കാറിലാണ് പോളിംഗ് ബൂത്തിന് മുന്നിലേക്ക് വന്നത്. കുന്നത്തൂർ മേട് സൗത്തിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് രാഹുലിന് വോട്ട് ചെയ്യുവാൻ എത്തുന്നതിന് മുൻപോ ശേഷമോ പ്രതികരിക്കുവാൻ രാഹുൽ തയ്യാറായില്ല. കേസ് കോടതിയുടെ മുന്നിലുണ്ടെന്നും കോടതി തീരുമാനിക്കണമെന്നും സത്യം പുറത്തുവരുമെന്നും പ്രതിഷേധത്തിനിടെ കാറിൽ കയറിയ രാഹുൽ പറഞ്ഞു. പൂവൻ കോഴിയുടെയും തൊട്ടിലിന്റെയും ചിത്രമുയർത്തി പോളിംഗ് ബൂത്തിന് മുന്നിൽ രാഹുലിനെതിരെ പ്രതിഷേധം നടന്നു. കൂകിവിളിയോടെയാണ് ഡിവൈഎഫ്ഐ BJP പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു രാഹുലിന്റെ വാദം. ആ വാദം ശരിവെക്കും വിധത്തിലാണ് കോടതി നിരീക്ഷണങ്ങൾ നടന്നത്. ഉപാധികളോടെയായിരുന്നു മുൻകൂർ ജാമ്യം നൽകിയത്. 2 ആഴ്ച കൂടുമ്പോഴുള്ള തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. രാവിലെ 10 മുതൽ 11 വരെയാണ് ഹാജരാകേണ്ടത്. അന്തിമ കുറ്റപത്രം നൽകും വരെയോ അല്ലെങ്കിൽ 3 മാസമോ ഹാജരാകണം. അറസ്റ്റ് ചെയ്താൽ വിട്ടയക്കണമെന്നതടക്കമായിരുന്നു ഉപാധികൾ. എന്നാൽ ജാമ്യം റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുവാനാണ് പ്രോസിക്യൂഷൻ നീക്കം. ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരിയായ മലയാളി യുവതിയെ പത്തനംതിട്ടയിലെ ഹോം സ്റ്റേയിൽ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ്. KPCC പ്രസിഡന്റിനാണ് ആദ്യം യുവതി പരാതി നൽകിയത്. 2 കേസിലും അറസ്റ്റ് തടഞ്ഞതോടെ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വരികയായിരുന്നു. ഇന്ന് പാലക്കാട് രാഹുൽ വോട്ട് ചെയ്യാനെത്തുമെന്ന് അഭ്യൂഹങ്ങൾ പടർന്നിരുന്നു. ഇതിലാണ് ഇത്തരത്തിൽ രാഹുൽ പാലക്കാട്ടേക്ക് വന്നിരിക്കുന്നത്. വോട്ട് ചെയ്തിരിക്കുന്നു. കൂടാതെ സത്യം ജയിക്കുമെന്നാണ് രാഹുൽ പ്രതികരിച്ചത്. ഓരോ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളെ സ്വാധീനിക്കരുത്. അന്വേഷണത്തിലേക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകണം. ഇതായിരുന്നു കഴിഞ്ഞ ദിവസം കോടതി ഹർജി പരിഗണിച്ചതിനു ശേഷം തുടർവാദവും കേട്ട ശേഷവും ഇത്തരത്തിൽ ഉപാധികളോടെ ജാമ്യം അനുവദിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലായി ഇത്തരത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്. പറയാനുള്ളതെല്ലാം കോടതിയിൽ പറയുമെന്ന് പറഞ്ഞ രാഹുൽ ഇനി പാലക്കാട്ട് തന്നെ തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒളിവിൽ പോകില്ല, ഇനി അങ്ങോട്ട് പാലക്കാട് തന്നെ തുടരും, അതിൽ തർക്കമില്ല എന്നാണ് രാഹുൽ പറഞ്ഞു വെച്ചത്. എന്തായിരുന്നാലും രാഹുൽ എത്തുമ്പോൾ ഒരുപാട് പേർ രാഹുലിനെ കാണുവാനായി അവിടെ തടിച്ചു കൂടിയിരുന്നു. ഒരുപാട് പേർ രാഹുലിനെതിരെ പ്രതിഷേധമൊക്കെ ഉയർത്തിയിരുന്നു. എങ്കിലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇത്തരത്തിൽ വോട്ട് ചെയ്ത് മടങ്ങിയത്. രാഹുലിനെ കാണുമ്പോൾ തന്നെ ഈ ഒളിവ് ജീവിതമാണ് നയിച്ചിരുന്നെങ്കിലും വളരെയധികം സുന്ദരനായി അല്ലെങ്കിൽ മുടിയൊക്കെ വെട്ടി ഒതുക്കി ഒളിവിലല്ലായിരുന്നു എന്നുള്ള രീതിക്ക് തന്നെയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. മാധ്യമങ്ങളോടൊക്കെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ഒരുപാട് വിവാദങ്ങൾക്ക് വഴിവെക്കാതെ വന്ന് വോട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ തിരികെ പോകുന്നു എന്നുള്ളൊരവസ്ഥയിലാണ് എത്തിയത്. എങ്കിലും പ്രതിഷേധം ഇതിനേക്കാളും കനക്കുമെന്ന് കരുതിയിരുന്നുവെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് ഒന്നും വീശിയില്ല. എല്ലാത്തിനെയും തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ രാഹുൽ ഈ വോട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്.